ഇതൊരു പത്മകുമാറോ ഒരു വാസുവോ മാത്രമല്ല. വാസു പിന്നെ സ്വർണം മുതൽ കിണ്ടി വരെ വിട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഇതിനെ കിണ്ടി വാസു എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു കിണ്ടി വാസുവോ അല്ലെങ്കിൽ പത്മകുമാറോ മാത്രമല്ല, അതിൻ്റെ പുറകിൽ കടകംപള്ളി ഉണ്ട്. അതുകൊണ്ടാണല്ലോ കിണ്ടി വാസുവിനകത്താക്കിയപ്പോൾ കടകംപള്ളി പറഞ്ഞത് അയാൾ നല്ല മനുഷ്യനാണ്. അപ്പോൾ തന്നെ ബന്ധം വ്യക്തമായി. ഞാനിവിടെ ഈ വിഷയം പറയുന്നത്, ഇതിൻ്റെ തുടക്കം മുതൽ കഴിഞ്ഞ 12-ാം തീയതി വരെ ഈ സമരം നയിച്ചത് കേരളത്തിൽ കോൺഗ്രസും UDF-ഉം. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇവിടെ എന്താണ് ഹിന്ദു മതത്തിന്റെ ഹോൾസെയിൽ എടുത്തിട്ട BJP-യുടെ ഒരു അർത്ഥഗർഭമായ മൗനത്തിന്റെ കാരണം? എന്തുകൊണ്ട് യുവതീ പ്രവേശനത്തിന്റെ കാലത്ത് കാണിച്ച ആവേശം എന്തുകൊണ്ട് കാണിക്കാൻ BJP തയ്യാറാകുന്നില്ല? ഒരാകെ നടത്തിയ ഒരു സെക്രട്ടേറിയറ്റ് വളയലാണ്. അത് ശുഷ്കമായിട്ടുള്ള പങ്കാളിത്തായി. ഞാനും കണ്ടാണ്. എൻ്റെ മുമ്പിൽ കൂടെ കാറിൽ പോയപ്പോൾ സാധാരണ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ലേ, ഞങ്ങളൊക്കെ സുഖമായിട്ട് പോയി. ഇത് നാമമാത്രമായിട്ടുള്ള ഒരു സെക്രട്ടേറിയറ്റ് വളയിൽ മാത്രം. ഇപ്പോഴും ഒഴുക്കം മട്ടില്ല. ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും UDF മുന്നോട്ട് വെച്ച ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള CBI അന്വേഷണം എന്ന് പരസ്യമായി പറയാൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ തയ്യാറായിട്ടില്ല. നമ്മളൊക്കെ വിശ്വാസ സംരക്ഷണ യാത്ര ഇത്തവണയും ഞങ്ങൾ നടത്തി. അത് ചെങ്ങന്നൂരിൽ സംഗമിച്ച് ചെങ്ങന്നൂരിൽ നിന്ന് പന്തളത്തിലേക്ക് UDF-ന്റെ പദയാത്ര നടത്തി. ഇങ്ങനെ വല്ല യാത്രയും നടത്താൻ ഇവർ തയ്യാറായി. അതുപോലെ തന്നെയാണ് ഈ കഴിഞ്ഞ ഞാൻ 3 വർഷം മുമ്പ് വടകര MP ചെയ്യുന്ന സമയത്ത്, അന്ന് എൻ്റെ നിയോജകമണ്ഡലമായ ഈ വടകരയിലെ കൂത്തുപറമ്പ് അസംബ്ലി പാലത്തായി എന്ന ആ പ്രദേശത്തെ വിദ്യാലയത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു വിദ്യാർത്ഥിനിയെ ആ ക്ലാസ്സിലെ അധ്യാപകൻ ശാരീരികമായി ദ്രോഹിച്ച സംഭവം ഉണ്ടായി. അന്ന് ആ സമരം നയിച്ചത് UDF-ആണ്, മറ്റൊന്നും കൊണ്ടല്ല. RSS-കാരനായ ഒരു അധ്യാപകൻ, അധ്യാപകന്റെ പാർട്ടി ഞങ്ങൾ നോക്കിയില്ല. അതിന് ശേഷം അറിയില്ല ഇയാൾ RSS-ന്റെ സജീവ പ്രവർത്തനം. കാരണം ഒരു അധ്യാപകൻ ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ചപ്പോൾ അതൊരിക്കലും നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതിനെ ഞങ്ങൾ ശക്തമായി സമരം നടത്തിയിട്ടാണ് ഒടുവിൽ അധ്യാപകനെ ഇവ പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. പക്ഷെ കഷ്ടകാലത്തിന് രണ്ടുപേരും രണ്ട് സമുദായമായി എന്നുള്ളതല്ലല്ലോ നമ്മൾ നോക്കട്ടെ. പെൺകുട്ടിയുടെ സമുദായം വേറെ, അധ്യാപകന്റെ സമുദായം വേറെ. പക്ഷെ ഇവിടെ ചോദ്യം അതല്ല. ഒരു അധ്യാപകൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ കുട്ടികളെ? ഗുരുശിഷ്യ ബന്ധത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മുടെ രാജ്യം. ഇവിടെയാണ് ഈ അധ്യാപകൻ തോന്നിവാസം കാണിച്ചത്. അതുകൊണ്ട് അധ്യാപകരെ ഞങ്ങളൊക്കെ സമരം നയിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ മിനിഞ്ഞാന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയത്, RSS-കാരൻ പോലും പറയാത്ത ഭാഷയിൽ കണ്ണൂർ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ഹരീന്ദ്രനാഥ്, കഴിഞ്ഞ അസംബ്ലിയിലെ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു കൂത്തുപറമ്പിൽ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ഹരീന്ദ്രനാഥിന്റെ പേരാണ് ഉണ്ടായിരുന്നത്. KP മോഹന് കൊടുക്കേണ്ടി വന്നുകൊണ്ടാണ് അവസാനം ഇയാൾ മാറ്റിയത്. ആ ഹരീന്ദ്രനാഥ് പറഞ്ഞത്, ആ കുട്ടിയെ പീഡിപ്പിച്ച അധ്യാപകൻ ഒരു ഹിന്ദു ആയതുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ അധ്യാപകനെതിരെ സമരം നയിച്ചതെന്ന് CPM-ന്റെ ഉന്നത നേതാവ് പറയാണ്. ഗോവിന്ദമാഷ അടുത്ത ആളാണ് ഈ ഹരീന്ദ്രനാഥ്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു പ്രസ്താവന ഒരു RSS-കാരൻ നടത്തിയതായി ഞാൻ വായിച്ചില്ല പത്രത്തിൽ. അപ്പൊ എന്തുമാത്രം സഖാക്കളുടെ മനസ്സ് മാറിയിരിക്കുന്നു, എന്തുമാത്രം സംഖ്യ മനസ്സുകാരായി ഒരു മാറിയിരിക്കുന്നു. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനില് ശിവകുമാറിനറിയാം, കഴക്കൂട്ടം പഞ്ചായത്തായിരുന്ന കാലത്ത് അവരുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന രാണി അശോകൻ, CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗം, അവരിപ്പോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മത്സരിക്കുക, റിബൽ സ്ഥാനാർത്ഥി. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ ദേശാഭിമാനിയിൽ ജോലി ചെയ്ത ശ്രീകണ്ഠൻ എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സജീവ നേതാവ്, CPM നേതാവ്, ബ്യൂറോ ചീഫ്, അദ്ദേഹം റിബലാണ്. രണ്ടുപേരും കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ. മാർക്സിസ്റ്റും രാത്രി BJP-യാണ്. അവർ മറ്റൊന്നും കൂടെ പറഞ്ഞു,
നഗരസഭാ ഇലക്ഷനിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും BJP ജയിക്കാൻ കടകംപള്ളി അവസരം ഉണ്ടാക്കുന്നു. അസംബ്ലി വരുമ്പോൾ അവർ തിരിച്ച് കടകംപള്ളിയെ സഹായിക്കുന്നു. ഇത് കൊടുക്കൽ വാങ്ങൽ നടത്തുന്ന മുന്നണിയായി ഇപ്പോൾ LDF മുന്നണിയും BJP മുന്നണിയും മാറിയിരിക്കുക.